പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിട്ടുള്ളത് ഒരു ഗീവ് അവേ നിങ്ങൾക്ക് നൽകാൻ വേണ്ടിയിട്ടാണ്. ഇന്ന് കോപ്പ അമേരിക്ക സെമി ഫൈനലിൽ അർജന്റീനയും കൊളംബിയയും തമ്മിലുള്ള മത്സരം കഴിഞ്ഞ് അർജന്റീന ഫൈനലിലെത്തി. ഇന്നലെ ബ്രസീലും പെറുവും തമ്മിലുള്ള മത്സരത്തിൽ ബ്രസീൽ 1-0 ജയിച്ചിട്ട് ബ്രസീലും ഫൈനലിലെത്തി. അപ്പോൾ ഫൈനലിൽ നമ്മൾ ഏവരും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന സ്വപ്ന ഫൈനലാണ് നടക്കാൻ പോകുന്നത്. കോപ്പ അമേരിക്കയിൽ 14 വർഷത്തിന് ശേഷം ഒരു സ്വപ്ന ഫൈനൽ നടക്കുകയാണ്. അപ്പൊ അതിന് ക്ലിക്ക് മീ മീഡിയയും അതോടൊപ്പം തന്നെ വേൾഡിൽ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ആപ്പ് ഉണ്ട്. നമുക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്പാണ് ബ്ലഡ് ലൊക്കേറ്റർ എന്ന് പറയുന്ന ഒരു ആപ്പ്. ആ ആപ്പും കൂടി നിങ്ങൾക്ക് ഒരു കിടിലൻ ഗീവ് അവേ നൽകുകയാണ്. അപ്പോൾ ബ്ലഡ് ലൊക്കേറ്ററിനെ കുറിച്ച് നിങ്ങൾക്ക് ഞാൻ കൂടുതലായിട്ട് പരിചയപ്പെടുത്തേണ്ടതില്ല. 10,000-കണക്കിന് ഡൗൺലോഡ് വന്നിട്ടുള്ള പ്ലേ സ്റ്റോറിലെ ഒരു അടിപൊളി ആപ്പാണ് ബ്ലഡ് ലൊക്കേറ്റർ. ഈ ആപ്പ് വഴി 10,000-കണക്കിന് ആളുകൾ അതിൻ്റെ ഉപഭോക്താക്കളാണ്. നമുക്ക് റയറായിട്ട് കിട്ടാത്ത രക്തഗ്രൂപ്പുകൾ വരെ ഈ ആപ്പ് വഴി നമുക്ക് ഇതിൻ്റെ ലൊക്കേഷൻ കണ്ടെത്താൻ സാധിക്കുന്നുണ്ട് എന്നുള്ളത് ഇതിൻ്റെ പ്രത്യേകത. ലോകത്തിൽ എവിടെ ഒരു നെഗറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള ഒരു ബ്ലഡ് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അത് കണ്ടെത്താൻ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്പാണ് ഈ ബ്ലഡ് ലൊക്കേറ്റർ എന്ന് പറയുന്ന ആപ്പ്. നമ്മുടെ എയർപോർട്ടിലൊക്കെ അപകടം നടന്ന സമയത്തൊക്കെ നമ്മുടെ ചുറ്റുഭാഗത്തുള്ള വലിയ വലിയ ഹോസ്പിറ്റലുകളിലേക്കൊക്കെ നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് കൊടുത്തിരുന്നത് ഈ ആപ്പ് വഴിയായിരുന്നു. അപ്പോൾ അത്രയും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ആപ്പും കൂടിയാണ് ബ്ലഡ് ലൊക്കേറ്റർ എന്ന് പറയുന്നത്. സാന്ദർഭികമായിട്ട് അതിനെക്കുറിച്ചൊന്ന് ചെറിയൊരു വിവരണം നൽകിയെന്നുള്ളൂ. അപ്പോൾ ആ ആപ്പിൻ്റെ നിർമ്മാതാക്കളാണ് എൻ്റെ കൂടെ ഉള്ളത്. മലപ്പുറം ജില്ലയിലെ AR നഗർ പഞ്ചായത്തിലെ അദ്നാൻ OC, ചെമ്മാട് പാലത്തിങ്ങൽ ആസിഫ്, പരപ്പനങ്ങാടി സ്വദേശിയായിട്ടുള്ള നൗഫൽ, ഇവരാണ് ഈ ആപ്പിൻ്റെ നിർമ്മാതാക്കൾ. അപ്പോൾ നമുക്ക് ബ്ലഡ് ലൊക്കേറ്ററുമായിട്ട് ചെറിയൊരു കാര്യം നമുക്കൊന്ന് ക്ലിയർ ചെയ്യാം. ഒരുപാട് ആളുകൾ ഇതിലൂടെ രക്തം കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ആപ്പിൽ ഒരു അപ്ഡേഷൻ വരുന്നുണ്ട്. അടുത്തായിട്ട് തന്നെ ഈ ആപ്പിലൂടെ സ്റ്റോർ വരുന്നുണ്ട്. മെഡിക്കൽ എക്യുപ്മെന്റ്സ് വിൽക്കുന്നുണ്ട് ഈ ആപ്പിലൂടെ. അതുപോലെ തന്നെ ഐഫോണിൽ ഈ ആപ്പ് അടുത്ത് തന്നെ ഓഗസ്റ്റിൽ തന്നെ അതിൻ്റെ ഐഫോണിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഐഫോണിൽ ഇല്ല, ഇപ്പോൾ പ്ലേ സ്റ്റോർ വഴി മാത്രമേ ഉള്ളൂ. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ആ ഒരു കാര്യങ്ങളൊക്കെ ഈ ആപ്പിൻ്റെ ആളുകൾ ചെയ്യുമെന്ന് നമുക്ക് വിശ്വസിക്കാം. കേരളത്തിൽ ഒരുപാട് ബ്ലഡ് ഡൊണേഴ്സിൻ്റെ ക്ലബ്ബുകളും മറ്റുമൊക്കെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ വിതരണം ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ബ്ലഡ് ലൊക്കേറ്റർ എന്ന് പറയുന്ന ആപ്പ് വഴി നമ്മൾ ബ്ലഡ് കൊടുക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള സർട്ടിഫിക്കറ്റ്സോ മറ്റോ കാര്യങ്ങളോ നിങ്ങൾ കൊടുക്കുന്നുണ്ടോ? അത് അടുത്ത അപ്ഡേഷനിൽ നമ്മൾ ഡ്രൈവുകൾ വരുന്നുണ്ട്. ഓരോ ക്ലബ്ബുകൾക്ക് അവരുടെ പേരും ബ്ലഡ് ലൊക്കേറ്ററിൻ്റെ പേരും വെച്ചിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പോലത്തുള്ള ഡ്രൈവുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അത് അടുത്ത അപ്ഡേഷൻ വരുന്നത് നമ്മുടെ ഓഗസ്റ്റ് മാസത്തിലാണ്. ആ അപ്ഡേഷനിൽ എല്ലാവർക്കും അവരുടേതായ ബ്ലഡ് കൊടുത്തു കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റ് PDF ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. അപ്പോൾ നമുക്ക് ഏത് തരത്തിലുള്ള ഏത് ഗ്രൂപ്പിലുള്ള ബ്ലഡ് വേണമെങ്കിലും ആ ലൊക്കേഷനിലേക്ക് അത് കൈവശമുള്ള ആളിലേക്ക് എത്താൻ ഇത്രയും ഈസി ആയിട്ടുള്ളൊരു ആപ്പും ഇന്ന് ലോകത്തിലില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഏതായാലും ഇവർ കൊടുക്കുന്ന ആ സർട്ടിഫിക്കറ്റിന് നല്ല വാല്യൂ തന്നെയാണ്, നല്ലൊരു കാര്യമാണ്. അത് ഈ ബ്ലഡ് കൊടുക്കുന്ന ആളുകൾക്ക് അവർക്കൊരു അംഗീകാരമായിട്ട് ആ ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കുമ്പോൾ അവർക്കൊരു നല്ലൊരു കാര്യം തന്നെയാണ് ആ സംഗതി. അപ്പോൾ ഏതായിരുന്നാലും നമ്മൾ നീട്ടിക്കൊണ്ടു പോകുന്നില്ല, നമ്മൾ ഗീവ് അവേയിലേക്ക് കടക്കാം. അപ്പോൾ 11-ാം തീയതിയാണ് കോപ്പ അമേരിക്ക ഫൈനൽ നടക്കുന്നത്, നമ്മുടെ സ്വപ്ന ഫൈനൽ നടക്കുന്നത്. അപ്പോൾ 10-ാം തീയതി രാത്രി 12 മണിക്ക് മുമ്പായിട്ട് നിങ്ങൾ വീഡിയോക്ക് താഴെ നിങ്ങളുടെ സ്കോർ കമൻറ്റ് ചെയ്യുക, ഫൈനൽ സ്കോർ കമൻറ്റ് ചെയ്യുക. അതാണ് നിങ്ങളും ചെയ്യേണ്ട ഒരു കാര്യം. ഈ ബ്ലഡ് ലൊക്കേറ്റർ എന്ന് പറയുന്ന ആപ്പിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ വീഡിയോക്ക് താഴെ കൊടുക്കുന്നുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അത് പോയിട്ട് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യണം. മറ്റൊരു കാര്യം, നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ ഈ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. 12 മണിൻ്റെ ശേഷം വരുന്ന ഒരു കമൻറ്റും ഇതിന് സ്വീകാര്യമല്ല. അതോടൊപ്പം തന്നെ ഒരു ഐഡിയിൽ നിന്ന് ഒരു കമൻറ്റ് മാത്രമേ ഇടാൻ പാടുള്ളൂ. പിന്നെ എഡിറ്റ് ചെയ്ത കമൻറ്റ് സ്വീകരിക്കുന്നതല്ല. നിങ്ങൾ ഒരിക്കൽ ഒരു കമൻ്റ് ഇട്ട് അത് എഡിറ്റ് ചെയ്തിട്ട് വേറൊരു രീതിയിലേക്ക് ആക്കുന്ന കമൻറ്റും സ്വീകരിക്കുന്നതല്ല. അപ്പോൾ ഈ ഒരു 5 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. എന്തൊക്കെയാണ്? ഒന്ന്, നിങ്ങൾ ഫൈനൽ സ്കോർ കമൻറ്റ് ചെയ്യുക, ബ്ലഡ് ലൊക്കേറ്റർ എന്ന് പറയുന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. 12 മണിയുടെ ശേഷം വരുന്ന കമൻറ്റുകൾ സ്വീകാര്യമല്ല, കമൻറ്റ് എഡിറ്റ് ചെയ്യാൻ പാടില്ല. ഈ 5 കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക.
അപ്പൊ ഈ സ്കോർ ഇടണോല് അർജന്റീന ജയിക്കും എന്നുള്ളത് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് സുഖമായല്ലോ അവർക്ക് കിട്ടാനുള്ള. ജയിക്കും അർജന്റീന. പിന്നല്ലാതെ അതൊക്കെ അത് നമുക്ക് പോകാം. ഏതായിരുന്നാലും ബ്രസീലും അർജന്റീനയും ഫൈനലാണ്. ബ്രസീലിന്റെ മുമ്പിൽ ഫൈനലിൽ അർജന്റീന വരുമ്പോ പലപ്പോഴും ആ മുട്ടുംകാല് വറക്കാറുണ്ട്. ഞാൻ ബ്രസീൽ ഫാൻസ് ആണ്, അതിനാൽ അർജന്റീന ഫാൻസ് ആണ്. വേറൊരു ഗിഫ്റ്റും കൂടെ ആൾക്ക് അത് സർപ്രൈസ് ഗിഫ്റ്റ് ആയിരിക്കും. അത് സർപ്രൈസ് ഗിഫ്റ്റ് ആട്ടോ. അർജന്റീന ജയിച്ചിട്ട് ആ കമന്റ് കിട്ടുന്ന ആൾക്ക് നമ്മൾ ഗിഫ്റ്റ് എന്താന്ന് പറഞ്ഞിട്ടില്ലല്ലോ അല്ലെ. ഇതാ 6500 രൂപ വിലയുള്ള പാനസോണിക്കിന്റെ ഒരു ഹോം തിയേറ്റർ ആണ് നമ്മൾ ഗിഫ്റ്റ് ആയിട്ട് ഗീവ് ആയിട്ട് കൊടുക്കാൻ പോകുന്നത്. ഇതിന് പുറമെ അർജന്റീന ജയിക്കുകയാണെങ്കിൽ ആ സ്കോർ കമന്റ് ചെയ്യുന്ന ഇത് കിട്ടുന്ന അതേ വ്യക്തിക്ക് തന്നെ അത് അതിനാന്റെ വക ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ്, അത് സർപ്രൈസ് ഗിഫ്റ്റ് ആണ്. ആ വ്യക്തി നമ്മൾ വീട്ടിൽ പോയി കാണും അല്ലേ. അത് എവിടെയാണ്, കേരളത്തിൽ എവിടെയാണ്? ബ്രസീലിന്റെ ആൾക്ക് നിങ്ങളും കൊടുക്കണം. ബ്രസീലിന്റെ ആൾക്ക് ഞാൻ കൊടുക്കണോ? സർപ്രൈസ് ഗിഫ്റ്റ് ആളായതുകൊണ്ട് ഞാൻ ഓക്കെ. എന്നാ എന്റെ വക ക്ലിക്ക് മീ മീഡിയയുടെ വക ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ഞാനും കൊടുത്തരും. അപ്പൊ ഏതായാലും പരിപാടി തുടങ്ങിക്കോളി. നമുക്ക് കിട്ടുന്ന മറ്റൊരു ബ്ലോഗുമായിട്ട് കാണാം. തൽക്കാലം ഇവിടെ വാങ്ങുന്നു. ബൈ.